അവിടെന്ന് ഉപദേശിക്കുകയാണ്. രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുകയാണ്. സ്വന്തമായിട്ടൊന്ന് നോന്നു നിൽക്കാൻ വയ്യ. പടച്ചവനെ ഉസ്താദേ, എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമായിരുന്നല്ലോ. എപ്പോഴാ പറയുന്നത്? കിടന്ന കിടപ്പിൽ കിടന്ന് മൂത്രമൊഴിക്കുന്ന സമയം, ഒറ്റയ്ക്ക് നേരെ നിൽക്കാൻ പറ്റാത്ത സമയം, ആരോഗ്യത്തോടുകൂടി പായിപ്പാട് പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോ പള്ളിയിൽ നിസ്കാരം നടക്കുന്നു. കേറാത്തവനാ കിടക്കുമ്പോ പറയുന്നത്, മോനെ, ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ്, രോഗങ്ങൾ പിടിപെടുന്നതിന് മുമ്പ് ആ സമയത്ത് നീ നന്മകൾ അധികമായിട്ട് ചെയ്യ്. റസൂലുള്ളാഹി പറയുകയാ, ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നീ സദഖ ചെയ്യ്. അല്ലാഹു നിനക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്, ഒരുപാട് പണം അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ കൊടുക്കൂലല്ലോ, സഹായിക്കില്ലല്ലോ. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ടെങ്കിലും പടച്ചവനെ, അല്ലാഹുവിന്റെ പള്ളിക്കോ പാപങ്ങൾക്കോ കൊടുക്കാതെ വാരി കൂട്ടി വെക്കുന്ന മനുഷ്യ, നിനക്ക് ദാരിദ്ര്യം വരുമടാ. ഈ സമ്പത്ത് മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളയും. കോടിക്കണക്കിന് രൂപയുള്ളവനാണെങ്കിലും നന്മയ്ക്ക് കൊടുക്കാത്തവന്, പാവപ്പെട്ടവന് കൊടുക്കാത്തവന്, രോഗികൾക്ക് കൊടുക്കാത്തവന്, എത്ര വലിയ സമ്പത്തുള്ളവനാണെങ്കിലും നിന്റെ മുഴുവനും നഷ്ടപ്പെട്ടു പോകും. ഒരു ദിവസം നീ ദരിദ്രനാകും, ഒരു ദിവസം നിനക്ക് ദാരിദ്ര്യം വരും. അത് വരുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് പണം തന്നിട്ടുണ്ട്. നീ ചിന്തിക്കേണ്ടത് എന്തെന്നറിയുമോ? അല്ലാഹു എനിക്ക് പണം തന്നത് എന്റെ തടമ്പ് കണ്ടിട്ടല്ല, എന്റെ ഈമാൻ കണ്ടിട്ടല്ല, എന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, എന്റെ കുടുംബ മഹിമ കണ്ടിട്ടല്ല. അല്ലാഹുവിന് എന്നോട് സ്നേഹം കൂടിയത് കൊണ്ടല്ല. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. അത് ഫിത്നയാ. സമ്പത്ത് ഫിത്നയാണ്, സമ്പത്ത് നാശമാണ്, സമ്പത്ത് പരീക്ഷണമാണ്. നിന്റെ നിസ്കാരത്തടമ്പ് കണ്ടിട്ട് റബ്ബ് നിനക്ക് തന്നതാണെന്ന് ഒരിക്കലും നീ പറയരുത്. അല്ലാഹുവിന് സ്നേഹം കൂടിയിട്ട് തന്നതല്ലടാ. അല്ലാഹു സമ്പത്ത് തന്നിരിക്കുന്നത് പരീക്ഷിക്കാനാ. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന നബിയാരെന്നറിയുവോ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം.